ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ വേറൊരു ലോങ് വീഡിയോ ഇടുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഫസ്റ്റ് എൻ്റെ മെൻസ്ട്രൽ കപ്പ് എക്സ്പീരിയൻസിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ഫസ്റ്റ് പീരിയഡ്സ് എക്സ്പീരിയൻസും കൂടി ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് പറഞ്ഞു. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് പീരിയഡ്സ് എക്സ്പീരിയൻസ് ആണ്. സോ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പീരിയഡ്സ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ സിക്സ്ത് കഴിഞ്ഞിട്ട് വെക്കേഷൻ പീരീഡിലാണ് ഞാൻ പീരിയഡ്സ് ആകുന്നത് കേട്ടോ, ഫസ്റ്റ് ടൈം പീരിയഡ്സ് ആകുന്നത്. അപ്പോൾ സെവൻത്തിലേക്ക് പോകുന്നതിന് മുൻപ് കേട്ടോ, അതായത് സിക്സ്ത് കഴിഞ്ഞിട്ട് സെവൻത്തിലേക്ക് പോകുന്നതിന് മുൻപുള്ള വെക്കേഷൻ പീരീഡിലാണ്. അപ്പോൾ വെക്കേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ കൂടുതലും എന്താ പറയുന്നത്, ഒരുപാട് പുറത്തൊക്കെ നടന്ന് കളിക്കുന്ന ഒരു ടൈമായിരിക്കും നമ്മുടെ വെക്കേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ, അന്നിപ്പോൾ നമുക്ക് മൊബൈൽ ഫോൺസ് ഒന്നും ഇല്ലല്ലോ പിള്ളേർക്ക്. അപ്പോൾ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. നമ്മൾ പണ്ട് ശരിക്കും പുറത്തൊക്കെ പോയി നമുക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഒപ്പം ഒരുപാട് ശരിക്കും നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതലാണ്. നമ്മൾ ഒരുപാട് ഇപ്പോൾ ഗെയിംസും കാര്യങ്ങളൊക്കെ നമ്മൾ കളിക്കുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, ആളുടെ പേര് മിലു എന്നാണ് കേട്ടോ. അപ്പം ഞാനും ആളും കൂടിയാണ് എപ്പോഴും എന്താ പറയാ, ഓരോന്നിങ്ങനെ നിങ്ങൾക്കറിയാലോ, അമ്മയായിട്ട് കളിക്കുക, കുട്ടിയുണ്ട് എന്നിട്ട് അമ്മയായിട്ട് കളിക്കുക, സാരി എടുത്ത് കളിക്കുക, അതൊക്കെയായിരുന്നു പണ്ടത്തെ ഞങ്ങളുടെ ഓരോ വിനോദങ്ങൾ. അപ്പൊ ആ ടൈമിലാണെന്നുണ്ടെങ്കിലേ മിലുവിന്റെ വീട്ടിലേക്ക്, മിലുവിന്റെ ടെറസിന്റെ അവിടേക്കായിട്ട് ഒരു മാവ് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാവുമ്മൽ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് കയറിയിട്ട് എന്നിട്ട് ടെറസിന്റെ മുകളിലേക്കൊക്കെ കയറും. അപ്പോൾ എന്താ പറയാ, ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫിസിക്കലി നമ്മൾ ഇൻവോൾവ് ആവുന്ന രീതിയിൽ ഉള്ള ഒരുപാട് സംഭവങ്ങളാണ് നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഇപ്പൊ സിക്സ്ത്തില എന്താ പറയുക, ആ ഒരു അത്രേ ഏജ് ഉള്ളൂ എന്നുണ്ടെങ്കിലും എനിക്ക് പീരിയഡ്സ് എന്താണെന്നോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാത്തൊരു കുട്ടിയൊന്നും അറിഞ്ഞില്ല കേട്ടോ. എനിക്ക് അതിനെ പറ്റിയിട്ടൊക്കെ അറിയാമായിരുന്നു. കാരണം ഓൾറെഡി നമുക്ക് ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ പിള്ളേരായിട്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അതായത് നമ്മൾ അവിടെ നിന്നും കേട്ടതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതിനെപ്പറ്റി ഓൾറെഡി നമ്മുടെ ഇടയിൽ സംസാരം തുടങ്ങിയിട്ടുണ്ടാവും. അത് മാത്രമല്ലാതെ ഇപ്പൊ നമ്മുടെ വീട്ടിലിപ്പോൾ നമുക്ക് അമ്മയ്ക്കൊക്കെ നമ്മളെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ നമ്മുടെ ഓരോ ബോഡി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു പ്യൂബേർട്ടി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഓരോ മാറ്റങ്ങൾ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ ടൈമിൽ തന്നെ ഒരു വട്ടം അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇങ്ങനെയാണ് പീരിയഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, വയറുവേദന എടുക്കും, ബ്ലീഡിങ് ഉണ്ടായിരിക്കും, അപ്പോൾ ആ വരുന്ന ബ്ലഡിന് ഒരു ബാഡ് ഓർഡർ ആയിരിക്കും എന്നൊക്കെ എനിക്ക് അമ്മ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്താണ് ഈ സംഭവം എന്നുള്ളതൊക്കെ എനിക്ക് അറിയായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ എനിക്ക് അറിയാം ഇങ്ങനെയാണ് പീരിയഡ്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, നമുക്ക് ബ്ലീഡിങ് ഉണ്ടായിരിക്കും, നമുക്ക് പെയിൻ വരും എന്നുള്ള സംഭവമൊക്കെ എനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇതേ സെയിം ആയിട്ട് ഈ മാവിന്റെ മുകളിൽ കയറി കളിക്കലാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി. അപ്പോൾ അതും ഇങ്ങനെ വലിഞ്ഞു കയറാ, എന്താ പറയാ, അതിന്റെ മുകളിൽ കളിക്കുക, പിന്നെ എന്താ പറയാ കുറെ ഓടിക്കളിക്കുക, മറ്റേ ഒളിച്ച് കളിക്കല്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ പണ്ടത്തെ പരിപാടികൾ. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഡ്രസ്സ് കഴുകുന്ന ടൈമിൽ ഒരു ചെറിയൊരു ബ്ലഡിൻ്റെ ഒരു ഇത് അമ്മ ഇങ്ങനെ കണ്ടു. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു ഇങ്ങനെ ഒരു ഇത് കണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെ ഇതുമലൊക്കെ വലിഞ്ഞു കയറുന്നത് കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ മേത്തുനിന്ന് അങ്ങനെ പൊട്ടിയിട്ടൊക്കെ ഉള്ളതായിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. കാരണം എനിക്ക് അങ്ങനെയാണ്, ഞാനിതുമൊക്കെ ഇങ്ങനെ വലിഞ്ഞു കയറുന്നത് കൊണ്ട് എൻ്റെ കാലിൻ്റെ അവിടെയൊക്കെ ചിലപ്പോൾ എന്താ പറയുക, കാലിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ തൊലിയൊക്കെ ഉരഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ രാത്രി ആകുമ്പോഴാണ്, അതിൻ്റെ വേദന വരുമ്പോഴാണ്, നോക്കുമ്പോഴാണ് മനസ്സിലാവുക ഇവിടെ പൊട്ടിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ഈ ഒരു സംഭവം കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഉച്ചയ്ക്ക്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞങ്ങൾ അന്ന് വാടക വീട്ടിലായിരുന്നു. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് TV കണ്ടിട്ട് ഞാൻ ഹാളിൽ ഇങ്ങനെ നിലത്തിരുന്നിട്ട് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു തരം വേദന എനിക്ക് വന്നു തുടങ്ങി. ഒരു വയറുവേദനയാണ്, പക്ഷെ മുൻപുണ്ടാവുന്ന പോലെ ഇപ്പം നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ടോയ്ലറ്റിൽ പോകാൻ ഉള്ള ടെൻഡൻസി ഉള്ള വേദനയോ അതൊന്നുമല്ല, അതല്ലാത്ത ഒരു തരം വയറുവേദന എനിക്ക് വന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചത് എന്താ അത്, എനിക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ട്, അതായത് പെട്ടെന്ന് എനിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടായി. അത്രയും നേരം എനിക്ക് ഒരു കുഴപ്പമില്ലാതെ ഫുള്ള് ജോലി അടിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ അച്ഛനില്ല,
അമ്മയില്ല, ആരുമില്ല വീട്ടില്, ഞാൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ആ ടൈമില് അച്ചാച്ചൻ അച്ചമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വേദന വന്നപ്പോൾ എനിക്ക് ഇങ്ങനെ നമ്മുടെ ആ ഒരു വജൈനൽ ഏരിയയുടെ അവിടെയും എനിക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്ത് തുടങ്ങി. എനിക്ക് അവിടെ എന്തോ ഒരു നനവ് പോലെയൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പോൾ വെച്ചാൽ എന്താ സംഭവം എന്നുള്ള ഇതിൽ ഞാൻ ബാത്റൂമിൽ പോയിട്ട് അത് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ ബ്ലഡ് കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് പേടിയായി. അതായത് എനിക്കറിയാം ഇതാണ് സംഭവം, പീരിയഡ്സ് ആണ് ഇപ്പം എനിക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പം എനിക്ക് ആകെ ടെൻഷനായി തുടങ്ങി. അയ്യോ ഇതെന്ത് പറ്റി, ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യാ, ഞാൻ ആരോടെ പറയാ, വീട്ടിലാരും ഇല്ല എന്നുള്ളതിൽ ഭയങ്കരമായിട്ട് എനിക്ക് ടെൻഷനായി തുടങ്ങി. ടെൻഷൻ മാത്രമല്ല, അത് നമുക്ക് ബ്ലീഡിങ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ കയ്യിൽ അവിടെ പാഡ് ഉണ്ടോ, ഇല്ല. എനിക്ക് ഇപ്പം അത് പോയി വാങ്ങാനുള്ളൊരു എന്താ പറയുക, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണോ, അതല്ല. പിന്നെ എൻ്റെ അനിയനുണ്ട്, അവൻ ചെറുതാണല്ലോ. അപ്പം അവനോടൊന്ന് ഇതിപ്പോൾ ഞാൻ എന്ത് പോയി പറയാനാ. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി. ഞാനൊരു ഉച്ചയ്ക്ക് പീരിയഡ്സ് ആയിട്ട് വൈകിട്ട് അമ്മ ഓഫീസ് വിട്ട് വരുന്നത് വരെ ഞാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പോയിട്ട് മിലുവിന്റെ വീട് എൻ്റെ തൊട്ടടുത്താണ്. അപ്പൊ ഞാൻ ആളോട് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കിങ്ങനെ വന്നു, എനിക്കിങ്ങനെ ആയി എന്നൊക്കെ ഞാനോട് പറഞ്ഞു. പക്ഷെ അതും ചെറുതാണ്, അതിനേക്കാളും ചെറുതാണ്, അതിനും അത് മനസ്സിലാക്കാനുള്ള ഇതൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഞാൻ എന്ത് ചെയ്യും, ഞാനിനി ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അതിനോടൊപ്പമാണെങ്കിൽ വയറുവേദന ഉണ്ട്, നിങ്ങൾക്കറിയാലോ, നമുക്ക് നോർമൽ വരുന്ന വേദനയല്ലല്ലോ. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്, ഞാൻ ആരോട് പറയും എന്നുള്ള ഇതിലൊക്കെ ഇരിക്കായിരുന്നു. അടുത്ത ടാസ്ക് എന്ന് പറയുമ്പോൾ അമ്മ വരും എന്ന് എനിക്കറിയാം. അമ്മയോട് ഇത് എങ്ങനെ പറയും? എനിക്കാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഭയങ്കര നാണം എനിക്ക്. ഞാനത് എങ്ങനെ പറയും? അമ്മേ ഞാൻ പീരിയഡ്സ് ആയി എന്ന് പറയൂ? ഞാനതൊക്കെ ഇങ്ങനെ പഠിക്കായിരുന്നു. ഞാൻ എങ്ങനെ അമ്മോട് പറയും, ഞാൻ എന്താ പറയാ, എനിക്കാകെ നാണക്കേടെന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, അയ്യോ ഞാൻ വലിയ കുട്ടിയായി എന്നല്ലേ നമ്മളന്ന് പറയാ. അപ്പൊ ഞാനിത് എങ്ങനെ പറയും, വീട്ടിലെങ്ങനെ പറയും എന്നുള്ള ഭയങ്കര നാണക്കേടായിരുന്നു. അങ്ങനെ അമ്മ വന്നിട്ട് അമ്മ ഇതുപോലെ എന്തോ കുളിക്കാനാണ്ട് ബാത്റൂമിൽ കയറിയ ടൈമിൽ ഞാനിങ്ങനെ വാതിലിന്റെ പുറത്ത് നിന്നിട്ട് ഞാനിങ്ങനെ അമ്മോട് പറഞ്ഞു, എന്തോ ഞാൻ അങ്ങനെ പറഞ്ഞു, പീരിയഡ്സ് ആയാൽ ബ്ലഡ് വരുമോ, പീരിയഡ്സ് ആയ ബ്ലീഡിങ് ഉണ്ടാവും, അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞു. അപ്പൊ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി ലൈക്ക് ഞാൻ പീരിയഡ്സ് ആയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ എന്താണെന്ന് നമുക്കറിയാലോ. പിന്നെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, അപ്പുറത്തൊരു വല്യമ്മ ഉണ്ടായിരുന്നു, വല്യമ്മോടൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ടൈമിൽ ഫസ്റ്റായിട്ട് എനിക്ക് സ്വീറ്റ്സ് വാങ്ങിച്ചു തന്നത് എൻ്റെ തൊട്ട് വീടിൻ്റെ അപ്പുറത്തുള്ള വല്യമ്മയാണ് കേട്ടോ. ആ വല്യമ്മ എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ്. എനിക്ക് പേടൊക്കെ ഇഷ്ടമാണ്, പാൽപേട, ജിലേബി, ലഡു, അതൊക്കെ അപ്പം തന്നെ എനിക്ക് വാങ്ങിക്കൊണ്ടത്. അപ്പം എൻ്റെ അനിയനാണെന്നുണ്ടെങ്കിൽ ഒന്നും അറിയില്ലല്ലോ, അവനൊന്നും മനസ്സിലാവണില്ല എന്താ സംഭവിക്കണേ. എന്നെ എല്ലാവരും ഭയങ്കര ഓവറായിട്ട് പാമ്പർ ചെയ്യണു, എന്നെ ഇനിയിപ്പിക്കുന്ന പോലുമില്ല. അവിടെ ഇരുന്നോ ഭക്ഷണമൊക്കെ ഇങ്ങനെ കൊണ്ടുതരുന്നു, അവിടെ ഇരുന്നോ എന്ന് പറയുന്നു. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് സംഭവങ്ങൾ കിട്ടുന്നു, ഡ്രസ്സ് കിട്ടുന്നു, കുറെ സ്വീറ്റ്സ് കൊണ്ടുവരുന്നു, എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിത്തരുന്നു. അപ്പൊ അവൻ അമ്മോട് പോയിട്ട് എനിക്കും വേണതുപോലെ, എന്താ അവളെ മാത്രം ഇതാക്കണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഇനി പീരിയഡ്സ് ആയി, നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുമ്പോൾ നമ്മളിനി സ്കൂളിൽ പോകുമല്ലോ. അപ്പം 6ാം ക്ലാസ്സിലെ വെക്കേഷനിലാണ് സംഭവം ഞാൻ പീരിയഡ്സ് ആവുന്നത്. അപ്പം അതിനുശേഷം നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവിടെ പോയപ്പോഴൊക്കെ നമ്മളിങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ പറയും, ഞാനിങ്ങനെ വലിയ കുട്ടിയായി എന്നുള്ള സംഭവമൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ അടിപൊളിയായിരുന്നു കേട്ടോ, ഐഷ എന്ന ടീച്ചറുടെ പേര്. അപ്പോൾ ടീച്ചറാണെന്നുണ്ടെങ്കിൽ ഗേൾസിനെ മാത്രം വിളിച്ചിട്ട് ഒരു ദിവസം ഇതിലാരൊക്കെ ഇങ്ങനെ പീരിയഡ്സ് ആയിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരും, എങ്ങനെയാണ് ചെയ്യേണ്ടത്, പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ പാഡ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എവിടെ കൊണ്ട് ഡിസ്പോസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു 7-8 ആയപ്പോഴേക്കും ഒപ്പമുള്ളവരൊക്കെ സെയിം അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ വലിയ സംഭവങ്ങളൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് അന്നത്തെ ഒരു ചമ്മലുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ടായിരുന്നു. എല്ലാവരും ഫേസ് ചെയ്യാനുള്ള ചമ്മല്, എല്ലാവരും ഫേസ് ചെയ്യാനുള്ള ചമ്മലുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അവരത് നമ്മൾ എന്താ പറയുക, ഇങ്ങനെ വലിയ കുട്ടിയായി എന്നൊക്കെ പറയുമ്പോൾ ഒരു ചമ്മല്. പക്ഷെ അന്ന് നമ്മളിങ്ങനെ പരിപാടിയായിട്ടൊന്നും നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ ഇപ്പൊ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമല്ലോ, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തോ ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, അങ്ങനെയൊക്കെ വേണമായിരുന്നു, അതൊക്കെ ഒരു രസമല്ലേ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അന്ന് നമുക്ക് ഭയങ്കര ഒരു നാണക്കേടും ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു എന്താ പറയാ ഫസ്റ്റ് പീരിയഡ്സ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ. പിന്നെ ആലോചിക്കാനുള്ള ഫസ്റ്റത്തെ ഒരു
എൻജോയ്മെൻറ്റും രസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് പീരിയഡ്സ് ആലോചിക്കുമ്പോൾ ഒക്കെ മൊത്തം അനുഭവിച്ച വേദനകളും ഛർദ്ദിക്കുന്നതും ഒക്കെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റേ മെൻസ്ട്രൽ കപ്പ് ഫസ്റ്റ് എക്സ്പീരിയൻസ് വീഡിയോയിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പീരിയഡ്സ് ആയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ പിന്നെന്താ പറയാ, ടച്ച്വുഡ് ഇത്രയും ഇതായിട്ട് പീരിയഡ്സിൽ ഇപ്പം നമുക്ക് ഡിലേ പ്രശ്നങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല കേട്ടോ. അത് ഈ ഒരു കാലഘട്ടത്തിൽ അതെനിക്ക് വളരെ ലക്കി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഇപ്പം ചുറ്റുമുള്ള എല്ലാ ഫ്രണ്ട്സിനും നോക്കുമ്പോൾ എല്ലാവർക്കും ഇറഗുലർ പീരിയഡ്സ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ഓരോ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഫുഡ് ഹാബിറ്റും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പം ഇതുവരെ എനിക്ക് ആ ഒരു കാര്യത്തിൽ പ്രോബ്ലം വന്നിട്ടില്ല. അത് അങ്ങനെ തന്നെ പോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ എന്താ പറയുക, എൻ്റെ ഫസ്റ്റ് പീരിയഡ്സ് എക്സ്പീരിയൻസ്. അപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ ഒരു ടാബു ആയിട്ടൊന്നും നിങ്ങൾ കാണണ്ട കേട്ടോ. അപ്പോൾ ചിലവരങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കും, കാരണം ഇതൊക്കെ വളരെ പേഴ്സണൽ കാര്യങ്ങളല്ലേ, അല്ലെങ്കിൽ ഇതിപ്പോൾ എങ്ങനെ ഷെയർ ചെയ്യണോ എന്നുള്ളത്. ഇതൊന്നും വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പണ്ടൊക്കെ എനിക്ക് ഒരുപാട് നാണക്കേടും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നാറുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ തോന്നാറുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിലും പീരിയഡ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയനെ വിട്ടിട്ട് തന്നെയാണ് നമ്മൾ പാഡും കാര്യങ്ങളൊക്കെ വാങ്ങിപ്പിക്കാറ്. ഇപ്പോൾ അവനീന്ന് ഹൈഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അവനെ അങ്ങനെയൊന്നും എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. ഇപ്പം ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോട്, ഇപ്പോൾ ബോയ്സ് നമ്മുടെ ഫ്രണ്ട്സിനോട് ഇപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതോ അങ്ങനെയൊന്നും എനിക്ക് വലിയ സംഭവങ്ങളായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യാറില്ല. അപ്പോൾ ഇതൊന്നും വലിയ സംഭവമല്ല, നമ്മളതിനെ വലിയ സംഭവമാക്കാതിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ ഞാനത് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ എന്താ പറയുക, ചാനൽ പതുക്കെ ഗ്രോ ആവുന്നുണ്ട്. എനിക്ക് അത് തന്നെ വളരെ സന്തോഷമാണ്. എനിക്ക് പുതിയൊരു സബ്സ്ക്രൈബർ നമ്മുടെ ചാനലിലേക്ക് വരുമ്പോൾ വരെ എനിക്ക് അത്രയും സന്തോഷമാണ്. ഞാൻ ഇങ്ങനെയാണ് ആലോചിക്കാറ്, നമ്മൾ ഇടുന്ന വീഡിയോസ് നമുക്കറിയാലോ, ഓരോ വീഡിയോ നമ്മൾ ഇട്ട് പോസ്റ്റ്, ആ ഒരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മുടെ ഹാർഡ് വർക്ക് അതിന് പിന്നിലുണ്ട്. അപ്പം ഞാൻ ഇടുന്ന ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും ഞാൻ ഇടുന്ന വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നോക്കി സബ്സ്ക്രൈബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു യൂട്യൂബ് ഫാമിലിയിലേക്ക് വരുന്നത്. അപ്പം അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ എന്താ പറയണേ, എന്നെ ഇത്രയും നാള് ഇപ്പോൾ നമുക്ക് വന്ന പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെന്നുണ്ടെങ്കിലും ആദ്യം തൊട്ടേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എനിക്ക് അത്രയും ഗ്രേറ്റ്ഫുള്ളാണ് ഞാൻ നിങ്ങളോട് കേട്ടോ. എന്താ പറയുക, അതെന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും. സോ ഇതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.